ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഇമേജുകളിൽ ഒന്നാണ് സാന്താക്ലോസ്. ഒരിക്കലെങ്കിലും ക്രിസ്മസ് സമ്മാനങ്ങളുമായി പാഞ്ഞെത്തുന്ന യഥാർത്ഥ സാന്തയെ സങ്കല്പിച്ചു നോക്കിയിട്ടുള്ള എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ആർതേഴ്സ് ക്രിസ്മസ് എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പീറ്റർ ബെയ്ഹന്ന, സാറ സ്മിത്ത് കൂട്ടുകെട്ടിൽ 2011 പുറത്തിറങ്ങിയ ഒരു മാജിക് ആക്ഷൻ ആൻഡ് വണ്ടർ അനിമേഷൻ മൂവിയാണ് ആർതേഴ്സ് ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ അർത്ഥതലങ്ങളെ സമകാലിക രീതിയിലൂടെയും ആധുനിക രീതിയിലൂടെയും നോക്കിക്കാണുവാൻ സംവിധായകൻ ഈ ചലച്ചിത്രത്തിലൂടെ ശ്രമിക്കുന്നു. ഒരേ കുടുംബത്തിൽ തലമുറകളിലേക്ക് കൈമാറി വരുന്ന പദവിയായി സാന്തയെ ചിത്രീകരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും സാന്ത എപ്രകാരം സമ്മാനങ്ങളുമായി കുട്ടികളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നും ചലച്ചിത്രം പറയുന്നു. എല്ലാം പഴയ രീതിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന റിട്ടയേർഡ് ഗ്രാൻഡ് സാന്തയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന സാന്തയുടെ മകൻ സ്റ്റീവും സ്നേഹവും പരിചരണവും ആഗ്രഹിക്കുന്ന, എപ്പോഴും വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന നിലവിലത്തെ സാന്തയും. ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടാണ് സംവിധായകൻ ആർതർ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പഴയതോ പുതിയതോ രീതി ഏത് തിരഞ്ഞെടുത്താലും കുട്ടികളെ എപ്പോഴും സന്തുഷ്ടരായി കാണണമെന്ന് മാത്രമാണ് ആർതർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സാന്തയ്ക്ക് അയക്കുന്ന കത്തുകൾക്ക് മറുപടി നൽകാനും അവർ വരച്ചയക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സന്ദേശങ്ങൾ എഴുതാനും ആർതർ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ചിത്രം കുട്ടികൾക്ക് കൂടുതലായി ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗ്രാഫിക്സിന് ഏറെ പ്രാധാന്യം നൽകുന്ന ചലച്ചിത്രമാണ് ആർതേഴ്സ് ക്രിസ്മസ്. ചെറിയ വസ്തുക്കൾക്ക് പോലും നൽകുന്ന ഡീറ്റെയിലിങ്ങും ഓരോ സെക്കൻഡിൽ തന്നെ സ്ക്രീനിൽ മിന്നിമറയുന്ന നിരവധി രംഗങ്ങളും ഇമ വെട്ടാതെ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുവാൻ കാഴ്ചക്കാരെ നിർബന്ധിതരാക്കുന്നു. ആയിരക്കണക്കിന് എൽഫ്സ് ഒരേ സമയം സാന്തയുടെ സമ്മാനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനായി അവിശ്വസനീയമായ വേഗത്തിൽ ഇവിടെ കുതിക്കുന്നു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ എത്തിച്ചതിന്റെ വിക്ടറി സെലിബ്രേഷന് ശേഷം ഒരു കുട്ടിക്ക് സമ്മാനം എത്തിക്കാൻ വിട്ടുപോയിരിക്കുന്നു എന്ന് സാന്തയുടെ ടീം കണ്ടെത്തുമ്പോഴും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരു കുട്ടി ഒഴുകി മറ്റു കുട്ടികൾക്ക് സമ്മാനങ്ങൾ എത്തിച്ചതിൽ അഭിമാനിക്കുന്ന സാന്തയെ ഒരു വശത്തും, ഒരു കുട്ടിക്കെങ്കിലും സമ്മാനം കിട്ടിയില്ലെങ്കിൽ സാന്തയുടെ ദൗത്യം പൂർത്തിയായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആർതറിനെ മറുവശത്തും സംവിധായകൻ ചിത്രീകരിക്കുമ്പോൾ ആർതർ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ സ്ഥാനം പിടിക്കുന്നു. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന സമ്മാനം എത്തിക്കാൻ വിട്ടുപോയ പെൺകുട്ടിയുടെ പക്കൽ നേരം പുലരുന്നതിന് മുൻപ് തന്നെ സമ്മാനം എത്തിക്കാനായി യാത്ര തിരിക്കുന്ന ആർതറിനോടും ഗ്രാൻഡ് സാന്തയോടുമൊപ്പം കഥ വളരെ ആവേശകരമായി തുടർന്ന് മുന്നോട്ട് പോകുന്നു. റെയിൻഡിയേഴ്സ് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന സാന്തയുടെ സ്ലേ യാത്രയും ഈ ചിത്രത്തിന്റെ ഏറ്റവും ആവേശകരമായ ദൃശ്യമാണ്. ഒരുപാട് ദുർഘട വഴികൾ താണ്ടി ആർതർ ആഗ്രഹിച്ചതുപോലെ അവസാനത്തെ ആ പെൺകുട്ടിയുടെ പക്കലും സാന്തയുടെ സമ്മാനം എത്തുമ്പോൾ ആർതറിനോടൊപ്പം സാന്തയും സ്റ്റീവും ആ കുട്ടിയുടെ മുഖത്ത് വിടരുന്ന ചിരി ഒന്നിച്ച് കാണുന്നു. അങ്ങനെ ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരിലേക്കും സന്തോഷം എത്തിക്കുന്നതാണ് ക്രിസ്മസ് എന്ന സന്ദേശത്തോടെ ചിത്രം അവസാനിക്കുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണെങ്കിലും ചിത്രത്തിന് ഗ്രാഫിക്സിലൂടെ നൽകിയിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ചടുലത കാഴ്ചക്കാരെ ആദ്യാവസാനം വരെ പിടിച്ചിരുത്തുന്നു. ഗെയിംസും വേഗതയുടെ സാങ്കേതിക വിദ്യയും കൂടെ കൂട്ടാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ ഒതുക്കുന്ന ദൃശ്യാവിഷ്കാരത്തിന്റെ വിസ്മയം സമ്മാനിക്കുന്ന നല്ലൊരു ത്രില്ലർ അനുഭവം ആർതേഴ്സ് ക്രിസ്മസ് എന്ന ചലച്ചിത്രം സമ്മാനിക്കും. മറ്റൊരു ക്രിസ്മസ് ചിത്രവുമായി മാക് ടിവിയിലൂടെ വീണ്ടും കാണാം.